ഹായ് ഹലോ ഫാമിലീസ്, കേതിൻ്റെ ഏതും തുടർന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു ടൈമിൽ വൈറലായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ മസാലയാണ്. ഇതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ, കണ്ടറിയാം. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. അപ്പം ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. ഡയറ്റ് പ്ലാൻ ചെയ്യുന്നൊരു തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കണം. എണ്ണ ചൂടായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ എണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമേ. നന്നായിട്ട് മിക്സ് ചെയ്യണത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിനേക്കാളും ഇത്തിരി കൂടി ലൂസായിട്ടുള്ള പരുവുണ്ടല്ലോ. കാര്യം അത്രയും എണ്ണ ഒഴിക്കണം. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതും കാണിക്കുന്നതും. നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും പറയാറില്ല. ഉപ്പിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ മസാലയുടെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ? ആ ടെക്സ്ചർ ആവുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഉപ്പ് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങളുടെ ആവശ്യം പോലെ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കരുത്, എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അഥവാ ഫ്ലെയിം കൂടുതലാണ് നിങ്ങളുടെ ഗ്യാസ് അടുപ്പിന് എങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റി കൊടുത്ത് വേണം ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഫുൾ മാറിപ്പോകും. ഇതിലേക്കൊരു 2 ചുവന്നുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും അധികം ആവശ്യമില്ല കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ വേറൊരു കൊത്തലായിപ്പോകും. നിങ്ങൾക്ക് ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ കുറച്ച് മാത്രം മതി ഈ ഒരു മസാലയ്ക്ക്. വീണ്ടും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് ഇത്തിരി ബർണർ ഒത്തിരി വലുതായത് കാരണം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം. വലിയ പ്രയാസപ്പെട്ട പണികളൊന്നും ഇല്ല, പക്ഷേ കുറച്ച് നേരം നൈസായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ കുറച്ച് വറ്റി ഒരു കുറുകിയ ടെക്സ്ചറായി വന്നില്ലേ. ഇനി ഇതിലേക്ക് വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പിഴുപുളി അല്ലെങ്കിൽ വാളംപുളി എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുക. പുളിയും അവരവരുടെ ആവശ്യാനുസരണം മാത്രം. ഞാൻ നെല്ലിക്ക വലുപ്പത്തിൽ എന്ന് പറഞ്ഞെങ്കിലും ചില ആളുകൾക്ക് പുളിയും ഉപ്പും വളരെ കുറവ് മതിയായിരിക്കും, ചിലർക്ക് കുറച്ച് കൂടുതൽ വേണമായിരിക്കും. അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഈ മസാലയിലേക്ക് പുളി പിടിക്കും വരെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇവിടെ എനിക്ക് പുളി കുറവായത് കൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പുളിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി കണ്ടേനെ. ഇതിലേക്ക് എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തതാണ്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മത്തിയാണെങ്കിലും യൂസ് ചെയ്യാം. അയലയും മത്തിയാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഇതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം നന്നായിട്ട്. അതായത് അരപ്പ് മീൻസ് മസാലയൊക്കെ നല്ലതായിട്ട് ഇതിൽ പൊതിഞ്ഞു കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. ഇത് ലോ ഫ്ലെയിമിലാണ് ഈ ഒരു ഡിഷ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ മീനെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, ചോറ് കഴിക്കണമെങ്കിൽ ഈ മസാലയും ഈ ഫിഷും മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ആ ഒരു വിധത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. മീനിൽ നിന്ന് മസാല ഒലിച്ച് പോകുന്തോറും നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാര്യം അതിൻ്റെ ഓരോ വിടവിലും നന്നായിട്ട് മസാല, ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കണം. കാര്യം ഒരു വെറൈറ്റി ഫിഷ് മസാലയാണ്. നിങ്ങളിത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അങ്ങനെ ഞാനിതെല്ലാം കഴിയും തോറും സൈഡിൽ നിന്ന് പോകും തോറും വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് ഇനി ഇതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. വീണ്ടും നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു ടൈം ഉണ്ടാവും. അതുവരെ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേവുക എന്നല്ലേ ഇപ്പൊ പറയാ, ഫ്രൈ ചെയ്യുന്നത് പിന്നീടാണ്. ഇപ്പൊ ഈ അരപ്പിൽ കിടന്നത് നന്നായിട്ട് വേവുക. ഇനി നമുക്ക് 5 മിനിറ്റിന് ശേഷം ലിഡ് വെച്ചിട്ട് മൂടി കൊടുക്കുക. ഇനി മൂടി വെച്ചൊരു 5 മിനിറ്റ് ഇരുന്ന ശേഷം നമുക്കൊന്ന് തുറക്കും. എൻ്റെ പൊന്ന് സാറേ, ഒരു മണം വരും. എൻ്റെ പൊന്നു, നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷെ അപ്പം കഴിക്കരുത് കേട്ടോ. ഇനി നമ്മളൊരു 1-2 പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം, അവരവരുടെ എരി അനുസരിച്ച് മാത്രം. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ വായിൽ കപ്പൽ ഓടി തുടങ്ങും. കാര്യം അത്രയ്ക്കൊരു മണമാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്ന ഓരോ മീനിലും മസാല ഇങ്ങനെ
തൂവിക്കൊണ്ടിരിക്കണം. നമ്മുടെ പുറത്തുനിന്നല്ല, ഇതിൽ കിടക്കുന്ന എണ്ണയിൽ കിടക്കുന്ന മസാല ഇങ്ങനെ തൂവിക്കൊണ്ട് ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നത് കണ്ടില്ലേ? തിളച്ച് വരുമ്പോൾ ഇനി നമ്മൾ അടച്ചു വെക്കണ്ട കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. കാര്യം എല്ലാ സൈഡും നന്നായിട്ട് ഇനി മുരിഞ്ഞു വരണം. ഇനിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതിനെ മസാല പിടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയായിരുന്നു. ഇനി നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. തിരിച്ച് മറിച്ചിട്ട് ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം വെച്ച് പറ്റിയില്ല, പാത്രമല്ല തവി വെച്ച് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് കോരി മസാല പുരട്ടി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകരുത്. എൻ്റെ മീൻ ഒരെണ്ണം ഈ സ്പൂൺ കൊണ്ട് സൈഡ് ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളത് ഉടയാണ്ട് വേണം സൂക്ഷിച്ച് ഇങ്ങനെ മസാല എല്ലാം തൂവി കൊടുക്കണം. കാര്യം ഇനി ഫ്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ മസാല അടിയിൽ കിടന്ന് കരിഞ്ഞു പോകും. സത്യം പറയാലോ, എൻ്റെ വായിൽ ഇപ്പോഴേ കപ്പലോടി തുടങ്ങി. ഫിഷ് മസാല ഫ്രൈയുടെ അറ്റകുറ്റപ്പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു വരികയാണ്. ഇനി നമുക്ക് ഇത് കഴിക്കാനുള്ള വെയിറ്റിംഗിലാണ്. അപ്പോൾ കണ്ടില്ലേ, എണ്ണയിൽ ഇങ്ങനെ തൂവി എന്തോരം മസാല ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന പരിപാടിയില്ലേ, ഈ മസാലയിലാണ് നമ്മൾ ഇതിനി എന്താ പറയുക ചോറുമായി കഴിക്കുന്നത്. ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി കറിവേപ്പില തൂക്കിക്കൊടുക്കുക, ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുമല്ലോ. നമ്മൾ ഇതിനകത്ത് ആവശ്യമില്ലാണ്ട് കുരുമുളകോ മറ്റോ ഒന്നും ചേർത്തില്ല. ആകെ 5-6 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി സർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പോഴേക്കുള്ള മണം സഹിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി. ഈ മസാല കളയരുത് കേട്ടോ. ഈ മസാലയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത്. അപ്പം എന്താണ്ടേ നമ്മൾ കുറച്ച് സവാളയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്യാം, എൻ്റെ ഒരു താല്പര്യം വെച്ച് ഞാൻ ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനൊന്നും സാവകാശമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കാം എന്നാണ് നമ്മുടെ ഒരു മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കഴിച്ചോളൂ. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ ഹെൽപ്പ് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ വീണ്ടും അടുത്ത വ്ലോഗുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.